ഇൻട്രാഡേ ട്രേഡിംഗിൽ വലിയ ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇൻട്രാഡേ ട്രേഡിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ട് 3. ലുട്ടാപ്പിയും മായാവിയും കൂടെ ഒരുമിച്ച് ഒരേപോലെ ട്രേഡ് എടുത്തു. പ്രൈസ് പറക്കുന്നു. ലുട്ടാപ്പി പെട്ടെന്ന് നല്ലൊരു പ്രോഫിറ്റ് കണ്ടപ്പോൾ ഉടനെ എക്സിറ്റ് ചെയ്ത് പുറത്തിറങ്ങി. പക്ഷെ മായാവി സമാധാനമായി വെയിറ്റ് ചെയ്ത് പതിയെ മാർക്കറ്റ് മൂവ് ചെയ്യുന്തോറും സ്റ്റോപ്പ് ലോസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്ത് ഫുൾ മൂവ്മെന്റ് ക്യാപ്ചർ ആക്കി. സെയിം ട്രേഡിൽ ലുട്ടാപ്പിയെക്കാളും 2 ഇരട്ടി പ്രോഫിറ്റ് മായാവി ഉണ്ടാക്കി. ഇതിൽ മായാവി ചെയ്തത് എന്താണ്? ലുട്ടാപ്പിയെ പോലെ പ്രോഫിറ്റ് കണ്ട ഉടനെ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങാതെ നല്ലൊരു അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കി അതിനെ മാക്സിമം ട്രെയിൽ ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഓർക്കുക, വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനായി SL ട്രെയിൽ ചെയ്യുമ്പോൾ അതൊരിക്കലും ഇമോഷണൽ ട്രെയിലിംഗ് ആവരുത്, സിസ്റ്റമാറ്റിക് ട്രെയിലിംഗ് ആവണം. അത് അപ് ട്രെൻഡിലെ ലോസ് ആവാം, അല്ലെങ്കിൽ സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽസിന്റെ ലോസ് ആവാം, എന്ത് വേണോ ആവാം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം, ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ടെക്നിക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അത്യാഗ്രഹമല്ല, ഒരു ട്രേഡ് നമ്മുടെ ഫേവറിൽ പോകുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഹാപ്പി ട്രേഡിംഗ്.